എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയ സന്തോഷ വാർത്ത. 2026 ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, നിലവിൽ പ്രതിമാസം 2000 രൂപയായി ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക 2500 രൂപയാക്കി ഉയർത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമനുസരിച്ച് അധികാര കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി 2500 രൂപ വരെ പെൻഷൻ നൽകുമെന്ന പ്രഖ്യാപനം സർക്കാർ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലയിലെ ദീർഘകാല കുടിശ്ശിക പെൻഷൻ വിതരണവും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡിസംബർ മാസത്തിൽ 3 ഗഡു കുടിശ്ശിക വിതരണം ചെയ്തതിനു പിന്നാലെ ജനുവരി മാസത്തിൽ 2 മാസത്തെ കുടിശ്ശിക കൂടി നൽകാൻ സാധ്യതയുണ്ട്. ഇതുവഴി ചില ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വരെ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിത വിതരണം വീണ്ടും വൈകിയിരിക്കുകയാണ്. ഡിസംബർ മാസത്തെ കേന്ദ്രവിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലെത്തിയിട്ടില്ല. വാർദ്ധക്യകാല വികലാംഗ വിധവാ പെൻഷൻ വിഭാഗങ്ങളിൽ 200 മുതൽ 500 രൂപ വരെ വരുന്ന കേന്ദ്രവിഹിതമാണ് മുടങ്ങിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മുൻകൂറായി തുക നൽകുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ പിന്നീട് കൃത്യമായി തിരിച്ചു നൽകുന്നില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. നിലവിൽ 265 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ 2026 ന്യൂ ഇയർ മുൻനിർത്തിയുള്ള പുതിയ വിതരണ നടപടികൾ സർക്കാർ ആരംഭിച്ചു. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് ജനുവരി 31-നകം നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരി മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.